ഹായ് ഓൾ വെൽക്കം ടു ഗ്ലാസ് ക്രിയേറ്റീവിലെ എല്ലാ കുട്ടീസും ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലത്തെ ഇൻഡോർ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ പൈസ കളയണം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. ഒരു 50 റുപ്പീസ് 60 റുപ്പീയുടെ അകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഇതുപോലത്തെ ഫോം ഷീറ്റ്സ് വേണം, പിന്നെ ഇതുപോലത്തെ ഫ്ലോറൽ വയർ വേണം, ലീഫ് ടേപ്പ് വേണം. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആക്രിലിക് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷെയ്ഡ് സാപ്പ് ഗ്രീൻ ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോം ഷീറ്റിൽ നിന്ന് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന സൈസിൽ നമുക്കൊരു 3 സ്റ്റെംസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നതിൽ ഈ ഒരു സാപ്പ് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കാം. നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് അതല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ സ്പോഞ്ച് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ 2 സൈഡും നമുക്ക് ഈ ഒരു ആക്രിലിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കണം. 2 സൈഡും നല്ല ഈവൻ ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്തെടുക്കണം. ഫോം ഷീറ്റിൻ്റെ 2 സൈഡ് ഇതുപോലെ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആയ ശേഷം നമുക്കൊരു 2.5 സെൻറ്റിമീറ്റർ വിത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു 1.5 സെൻറ്റിമീറ്ററിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് 2.5 സെൻറ്റിമീറ്റർ വിത്തിലും അതുപോലെ തന്നെ 1.5 സെൻറ്റിമീറ്റർ വിത്തിലും. ഇനി നമുക്ക് ഇതുപോലെ ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്തിലും അതുപോലെ തന്നെ ഒരു 3.5 സെൻറ്റിമീറ്റർ ലെങ്തിലും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിന് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലീഫിൻ്റെ ഷേപ്പിലോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഓരോ കട്ടിങ്സ് എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു മടക്ക് വരുന്ന ആ ഒരു ഫോൾഡ് വരുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മടക്ക് വരുന്നതിൻ്റെ ആ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു റൗണ്ട് ലീഫിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കട്ടിങ്സും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2 3 സെയിം ലെങ്തിൽ ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഫോം ഷീറ്റ് നമുക്കിനി അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അപ്പം കൈയൊന്നും പൊള്ളാതിരിക്കാൻ ഞാൻ ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോം ഷീറ്റ് ഇതുപോലെ ചുരുങ്ങി ഈ ഒരു രീതിയിൽ കിട്ടുമേ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ ലീഫ് ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്ന് നോക്കിയാൽ അപ്പോൾ ഇതുപോലത്തെ ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ലീഫ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 50 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഈ ഒരു ഫ്ലോറൽ വയർ കട്ട് ചെയ്തെടുക്കണം. അതിലോട്ട് ഈ ഒരു ലീഫ് ടേപ്പ് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഫ്ലോറൽ വയർ ഈ ഒരു രീതിയിൽ ലീഫ് ടേപ്പ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ ലീവ്സ് എടുത്ത ശേഷം ലീവ്സിൻ്റെ ആ മിഡിൽ പോർഷനിലൂടെ നമുക്ക് ഈ ഒരു ഫ്ലോറൽ വയർ ഇൻസേർട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുക്കണം. അപ്പോൾ നമ്മൾ 2 ഡിഫറെൻറ്റ് സൈസിലാണ് ലീവ്സ് കട്ട് ചെയ്തെടുത്ത് അതിൽ ഏറ്റവും ചെറിയ ലീവ്സ് ആദ്യം ഇൻസേർട്ട് ചെയ്യണം. ഒരു 4-5 എണ്ണം. അതിനുശേഷം ഏറ്റവും വലിയ ലീവ്സ് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഈ ഒരു ഫ്ലോറൽ വയറിൻ്റെ ഒരു ഹാഫ് പോർഷൻ കൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ ലീവ്സ് ഇൻസേർട്ട് ചെയ്തെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ലീവ്സ് ഓൾട്ടർനേറ്റീവ് സൈസിലായിരിക്കണം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഒരു ലീവ്സ് ഇൻസേർട്ട് ചെയ്യേണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം അടുത്ത് ലീവ്സ് ഇൻസേർട്ട് ചെയ്യേണ്ട. ആ രീതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലൂ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണം ഓരോ ലീവ്സും. അപ്പോൾ ആദ്യത്തെ ലീവ്സ് ഇതുപോലെ എടുത്ത ശേഷം കുറച്ച് ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഫുൾ ഇങ്ങനെ ക്ലോസ് ആവുന്ന രീതിയിലല്ല, കുറച്ചിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഓരോ ലീവ്സിൻ്റെ താഴത്തെ പോർഷനിൽ അടിയിലായിട്ടായിരിക്കണം ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാൻ, താഴോട്ടിങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലീവ്സ് തമ്മിൽ ഒത്തിരി അടുത്തടുത്ത് വരാൻ പറ്റില്ല. ഒരു 0.5 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് വരണം. അപ്പോഴേ അതിനൊരു കാണാൻ ഭംഗി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത ശേഷം കാണിക്കാമേ. ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് കാണാൻ ഭംഗി. അതിൻ്റെ പിക്ക് ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.